ഹായ് എവരി വൺ. അങ്ങനെ നമ്മുടെ പണപ്പെട്ടിയുടെ കാര്യത്തിൽ തീരുമാനമായി മക്കളെ. നമ്മുടെ ആതിര പണപ്പെട്ടിയുമായി മുങ്ങിയെന്നാണ് വാർത്ത വരുന്നത്. അതിൻ്റെ കുറച്ച് വീഡിയോ ക്ലിപ്പും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. ആദ്യം ഒരു കാര്യം പറയുകയാണ് മക്കളെ, ഞാൻ കള്ളവാർത്ത കൊടുക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. അപ്പോൾ അവരോടൊരു കാര്യം പറയുകയാണ്. ഇത് ഇന്നലെ ഞാൻ കൊടുത്ത വാർത്തയാണ്. ആര്യൻ കൊച്ചിയിലെത്തി ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത്. ആര്യനല്ലേ കൊച്ചിയിലെത്തിയത്? അതിനുശേഷം ഞാൻ കൊടുത്ത വാർത്തയാണ്. ലാലേട്ടൻ്റെ അടുത്ത് ഷാനവാസ്, ഇവരിൽ ഒരാൾ പുറത്ത്, മാപ്പ് ചോദിച്ചു നെവിൻ. അതായത് നെവിൻ ഏറ്റവും അവസാനം മാപ്പ് ചോദിച്ചിട്ടില്ല, ഇവരിൽ ഒരാൾ പുറത്ത് എന്ന് പറഞ്ഞിട്ട് അക്ബറിൻ്റെയും ഈ പറയുന്ന ആര്യൻ്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചത്. അപ്പോൾ ആര്യന് പുറത്തായിട്ടില്ലേ? അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾ വെറുതെ അല്ല പറയുന്നത്, കിട്ടുന്ന ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ പൊന്നുമക്കളെ, നമ്മൾ വിഷയത്തിലേക്ക് വരാം. നമ്മുടെ ആതിര പണപ്പെട്ടിയുമായി മുങ്ങിയിരിക്കുന്നു മക്കളെ. നമുക്ക് ആദ്യം വിഷയം ചർച്ച ചെയ്യാം. ആദ്യം ഇന്ന് ഏറ്റവും അവസാനം വന്ന 2 പ്രൊമോ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഈ ആഴ്ച നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണി വീക്കാണ്. ആദ്യഘട്ടം പണപ്പെരുമഴ. നെവിന് ഈ ടാസ്കിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. എന്തൊരു വൃത്തികെട്ട സ്വഭാവമല്ലേ നെവിൻ്റെ. അതായത് ഇന്നലെ ലാലേട്ടനാണ് വാർണിംഗ് കൊടുത്തത്. ഈ പറയുന്ന മണി, അതായത് ഈ ക്യാഷ് വരുന്ന ടാസ്കിൽ നെവിന് പങ്കെടുക്കാൻ സാധിക്കൂല. ഇപ്പോൾ ബിഗ് ബോസും പറഞ്ഞു, അപ്പോഴും നെവിന് ഇടക്ക് കയറി കളിക്കുകയാണ്. അത് വളരെ തെറ്റാണ്. വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ് മക്കളെ. അപ്പോൾ ഈ സാധനം കിട്ടിയത്, ഈ ക്യാഷ് എടുത്തത് നമ്മുടെ ആദിലയാണ്. എന്തുകൊണ്ടെന്ന് ഞാൻ പറയാം. എനിക്ക് എങ്ങനെ ഇത്ര പെട്ടെന്ന് മനസ്സിലായി എന്ന്. നിങ്ങൾ ഇന്നലെ കണ്ട എപ്പിസോഡ്, അതായത് ശനിയാഴ്ചയും ഞായറാഴ്ചയും നമ്മൾ കണ്ട എപ്പിസോഡ് വെള്ളിയാഴ്ച ഷൂട്ട് ചെയ്ത എപ്പിസോഡാണ്. അപ്പോൾ ഈ പറയുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ഷൂട്ട് കഴിഞ്ഞ് 2 എപ്പിസോഡ് എഡിറ്റ് ചെയ്തടക്കം വെച്ചിട്ടുണ്ട് നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ, ആദിലയാണ് ഈ പറയുന്ന മണിത, ഈ പറയുന്ന ക്യാഷുമായി പോയത് ആദില എന്നാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. ഓക്കെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവാൻ വേണ്ടി, ആരാണ് പണപ്പെട്ടി കൊണ്ടുപോയതെന്ന് അറിയാൻ വേണ്ടി ഈ ഒരു വീഡിയോ ക്ലിപ്പും കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണണം. അതിനുശേഷം ഞാൻ പറയാം അതിലുള്ള ചില സീക്രട്ട്. ഓക്കെ, ബോക്സായി പുറത്തു പോയത് ആദിലയാണ്. 100% കൺഫേം ആണ്. എനിക്ക് കിട്ടിയ വിവരമാണ് ഞാൻ പറയുന്നത്. ആദില എടുക്കാൻ പോകുമ്പോൾ നൂറ പറഞ്ഞു, നൂറ ആദ്യം തടഞ്ഞു എന്നാണ് വാർത്ത കേൾക്കുന്നത്. എന്തിനാണ് നീ കൊണ്ടുപോകുന്നത്? നമ്മൾ 2 പേരും ഒരുമിച്ച് ടോപ്പ് 5-ൽ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളെ, അതായത് ആദിലെ നൂറയെ എതിർത്ത കുറേ പേരുണ്ടല്ലോ, അവർക്ക് നമ്മൾ വിജയിച്ച് കാണിക്കണം എന്നൊക്കെയാണ് ഈ പറയുന്ന നൂറ പറഞ്ഞത്. അപ്പോൾ അതൊന്നും തരണം ചെയ്യാതെ ഏറ്റവും അവസാനം ആരും എടുക്കാത്തൊരു സാഹചര്യത്തിൽ ആദില എടുത്തു എന്നാണ്. എത്ര കിട്ടിയെന്ന് എനിക്ക് കൺഫേം അല്ല. ഒരു 7 ലക്ഷത്തോളം കിട്ടിയെന്നാണ് വിവരം കിട്ടുന്നത്. എനിക്കത് കൺഫേം അല്ല. ഓക്കെ, ആദില എടുത്തത് എന്ന് നമുക്ക് ഉറപ്പായിട്ടുണ്ട്. പൊന്നുമക്കളെ, ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വിഷയമാണ് ബിഗ് ബോസ് വീട്ടിൽ നമ്മുടെ ആര്യന് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നു, സ്ത്രീകളോട് അതായത് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു. അതിനെക്കുറിച്ച് പുറത്തായ ആര്യനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം, എന്താണ് ആര്യൻ അതിനുള്ള ഉത്തരം തരുന്നത്. ഓക്കെ, ഡബിൾ മീനിങ് ആണോ പ്രശ്നം? ഡബിൾ മീനിങ് ഒന്നും പ്രശ്നമായിട്ടില്ല. ഡബിൾ മീനിങ് മറ്റേ ചിന്തിച്ചാലേ ഡബിൾ മീനിങ് ആവുമല്ലോ. ഞാൻ പറയുന്ന ഒരു വാക്കിനെ മറ്റേ ചിന്തിച്ചാലേ ഡബിൾ മീനിങ് ആവുമല്ലോ. അപ്പൊ അങ്ങനെ എങ്ങനെയോ ആൾക്കാർ നെഗടിപ്പിച്ച് ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ലാസ്റ്റ് ബിൽഡ് ചെയ്ത് പുറത്താക്കാൻ വേണ്ടി ഒരു സ്ട്രാറ്റജി ആയിരുന്നത്. പക്ഷെ ചെയ്യാൻ പറ്റില്ല. ഗെയിം അൺഫെയർ ഓ ഫെയർ എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. ഗെയിം കളിക്കാത്ത അത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ഇപ്പൊ സാഹുമോനെ പോലത്തെ ആൾക്കാർ അതിൽ എനിക്ക് ഒന്നും പറയാനില്ല. എല്ലാം ജനങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അത് നിൽക്കട്ടെ, ഒരു കുഴപ്പമില്ല. മോനെ ആര്യ, ഒരു കാര്യം ഞാൻ പറയുകയാണ്, നീ ഡബിൾ മീനിങ് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയണ്ട, നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾ കേട്ടതാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, ഇന്നലെ ആര്യൻ പുറത്തായപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുണ്ട്. ഓക്കെ, നല്ലോണം ഫീൽ ആയിട്ടുണ്ട്. കാരണം ഇത്രയും ദിവസം ആര്യൻ അവിടെ നിന്നു. ലാലേട്ടൻ ആ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ പ്ലേ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി വേദനയാണ് തോന്നിയത്. ടോപ്പ് 5-ൽ എത്തേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു. അത്രയും മികച്ച രീതിയിൽ ടാസ്ക് കളിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ആര്യൻ അങ്ങനെ പുറത്തായപ്പോൾ എനിക്ക് പേഴ്സണലി നല്ലോണം വിഷമമാണ് തോന്നിയത്. അപ്പോൾ നമുക്കിനി ആര്യനോട് ചോദിക്കാം, അവിടെയുള്ള അനീഷിന്റെ ഗെയിമിനെ, സാബുമോന്റെ ഗെയിമിനെ, എല്ലാവരെ പറ്റി ആര്യന്റെ അഭിപ്രായം എന്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം. ഓക്കെ, ആദ്യം അനീഷിനെ പറ്റി ചോദിക്കാം. അനീഷ് പോസിറ്റീവ് പറയുകയാണെങ്കിൽ നല്ലൊരു ഗെയിമറാണ്. നെഗറ്റീവ് പറയുകയാണെങ്കിൽ കുറച്ച് നാടകം കൂടുതലാണ്. ശരി തന്നെയാണ്. അതായത് അനീഷ്, ഞാനൊരു കാര്യം പറയുകയാണ്, അവിടെ ഏറ്റവും മികച്ച രീതിയിൽ ഒറ്റക്ക് നിന്ന് ഗെയിം കളിക്കുന്ന ഒരു വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അനീഷ് മാത്രമാണ്. അത് ആര് എന്ത് പറഞ്ഞാലും ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുന്നു. അതായത് അദ്ദേഹം, നിങ്ങളെന്ന് ചിന്തിക്കണം, ഏതെങ്കിലും ഒരു സ്ത്രീകളോട് മോശപ്പെട്ട് സംസാരിക്കുന്നുണ്ട്? ഇല്ല. ടാസ്ക് വരുമ്പോൾ അദ്ദേഹത്തിന് പറ്റുന്ന രീതിയിൽ അദ്ദേഹം കളിക്കുന്നുണ്ട്. മികച്ച രീതിയിലാണ് അനീഷിന്റെ ഗെയിം. ഓക്കെ, നമുക്ക് സാബുമോനെ കുറിച്ച് എന്താണ് ആര്യന്റെ അഭിപ്രായം? സാബുമാൻ എന്ന് പറഞ്ഞ ഒരു ഇനിഷ്യലി വന്നപ്പോൾ ഒരു പ്രതിഭ മാതിരിയായിരുന്നു. പോസിറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ച് പഠിച്ച് വന്നുണ്ട്.
നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഇടപെടാറില്ല. എങ്ങനെയാണ് സാബു മോൻ ഇത്ര ദിവസം അതിൻ്റെ അകത്ത് നിന്നു എന്ന് എനിക്ക് പേഴ്സണലി അറിയുന്നില്ല. ഞാൻ പറയുന്നു സാബു മോനോട് എനിക്ക് ഒരു ഇതുമില്ല. അതായത് നിങ്ങൾ പറയും എനിക്ക് പേഴ്സണലി സാബു മോനോട് ദേഷ്യമുണ്ടോ? ഇല്ല. ഒരു കാര്യം പറയുകയാണ്, എന്തെങ്കിലും വായ തുറക്കുന്നുണ്ടോ സാബു മോൻ ചിരിക്കുന്നതല്ലാതെ? ഞാൻ പറയട്ടെ, കളിക്കുന്നവർക്കാണ് നമ്മൾ വോട്ടിടേണ്ടത്. അല്ലാതെ വെറുതെ സാബു മോനൊക്കെ വോട്ടിട്ട് അവൻ കളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ. വെറുതെ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം എങ്ങനെയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെ കളിക്കുന്നവർക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇന്നലെ സാബു മോനൊക്കെ അവിടെ ഉണ്ടായിട്ട് നെവിനും സാബു മോനൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഈ പറയുന്ന ആര്യൻ പുറത്ത് വന്നത് അൺഫെയർ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, നമുക്ക് ആദിലെ കുറിച്ച് എന്താണ് നമ്മുടെ ആര്യൻ്റെ അഭിപ്രായം? ആദില എന്ന് പറയുമ്പോൾ ഒരു ഇമോഷൻ ഉള്ളൊരു മനുഷ്യനാണ്. അപ്പോൾ ഐ ഫീൽ കുറച്ചും കൂടി കണക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും ആദിലയോട്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഒരാളുടെ സപ്പോർട്ടില്ലാത്ത ഈ വീട്ടിൽ അങ്ങനെ പോകുന്നൊരു വ്യക്തിയല്ല. ഈ ആദിലയുടെ കാര്യം ഞാൻ പറയുകയാണ്. ആദില പുറത്താവേണ്ട ഒരു മത്സരാർത്ഥിയായിരുന്നു. ഭാഗ്യമുണ്ട്, സാബു മോനെ പോലെ നല്ല ഭാഗ്യമുണ്ട്. അതായത് ഈ അടുപ്പിച്ച 2 വീക്കിൽ നോമിനേഷൻ മുക്തി പറയുന്ന നമ്മുടെ ആദിലൊക്കെ കിട്ടി. അതുകൊണ്ടാണ് ആദില പുറത്താവാത്തത്. ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, ഈ വീക്കിൽ അതായത് ആദില ഉണ്ടെങ്കിൽ ആദില ഉറപ്പായിട്ടും പുറത്തു പോകും. അതായത് ആദിലില്ല, ആദില പൈസയും കൊണ്ട് മുങ്ങി. പക്ഷേ ഈ ആര്യൻ പുറത്താവുന്ന വീക്കിൽ ആദിലുണ്ടെങ്കിൽ ആര്യൻ്റെ പകരം ആദിലായിരുന്നു പുറത്തു പോകേണ്ടത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. നൂറയെ കുറിച്ച് എന്താണ് നമ്മുടെ ആര്യന് പറയാനുള്ളത്? നൂറയുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ക്യൂട്ട് സ്മൈൽ. നെഗറ്റീവ് പറയുമ്പോൾ വേറൊരു ആളില്ലാത്ത സമയത്ത് ഫ്രണ്ടോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആദില നൂറ ഇങ്ങോട്ടോ രണ്ടുപേരില്ലെങ്കിൽ ഇവരിങ്ങനെ പുറത്ത് പോകേണ്ട ആൾക്കാരൊക്കെ. സത്യമാണ്, നൂറ അവിടെ പിടിച്ചു നിൽക്കുന്നത് ആണുങ്ങളുടെ സപ്പോർട്ടാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം ക്യൂട്ട്നെസ് വിതറി കുറേ പേര് നൂറ കൂട്ടിടുന്നുണ്ട്. അതായത് നൂറ നല്ല ലുക്കാണ് അങ്ങനെയൊക്കെ കണ്ടിട്ട്. അതായത് നൂറ അത്യാവശ്യം ഗെയിമും കളിക്കുന്നുണ്ട്. ടാസ്കിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, അവിടെ ഈ സാബു മോനൊക്കെ ഇത്ര ജിമ്മൊക്കെ ഉള്ള ആളുണ്ടായിട്ടും ഈ പറയുന്ന നൂറയാണ് മറ്റേ ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ വിൻ ചെയ്തതെന്ന് പറയുമ്പോൾ അപ്പോൾ മികച്ച രീതിയിൽ നൂറ ഗെയിം കളിക്കുന്നുണ്ട്. ആര്യൻ പറഞ്ഞത് ശരി തന്നെയാണ്. അനുമോളെ കുറിച്ച് എന്താണ് ആര്യൻ്റെ അഭിപ്രായം? എന്ത് നെഗറ്റീവ് ചെയ്താലും എന്ത് പോസിറ്റീവ് ചെയ്താലും അവൾ അക്സെപ്റ്റ് ചെയ്യില്ല. അവൾ സോറിയും പറയില്ല. അത് പോസിറ്റീവാണ് ഗെയിം എന്ന സെൻസിന്. നെഗറ്റീവ് എന്ന് പറയുവാണെങ്കിൽ കുറച്ച് കുണിഷ്ട് കൂടുതലാണ്. ശരി തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ അനുമോളുടെ ആ ഒരു കളി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുന്നില്ല. കാരണം പീരിയഡ്സ് എന്ന് പറയുന്നുണ്ട്. അനുമോൾ നല്ല ഗെയിമർ തന്നെയാണ്. പക്ഷേ അതായത് ഹൈഡ് ചെയ്യേണ്ട കാര്യം നമ്മൾ ഹൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ പറഞ്ഞിട്ട് നെവിൻ ആ ചെയ്തത് വൃത്തികേടാണ്. വെള്ളമൊക്കെ വയ്ക്കുന്നത് വളരെ വളരെ വൃത്തികേടാണ്. ഒരു പെണ്ണിനോടും ചെയ്യാത്ത ഒരു കാര്യമാണ്. പക്ഷെ അനുമോള് അതിനൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യണം. ഇപ്പോൾ നിരന്തരം എനിക്ക് പീരീഡ്സ് ആണെന്നൊക്കെ പറയുന്നത് തെറ്റെന്നാണ് ഞാൻ പേഴ്സണലി മനസ്സിലാക്കുന്നത്. എന്താണ് ഷാനവാസിനെ കുറിച്ച് നമ്മുടെ ആര്യൻ്റെ അഭിപ്രായം? ഷാനവാസിന്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബാസ് സൗണ്ട് ഉള്ള ഒരു മനുഷ്യനാണ്. നല്ല സംസാരിച്ച നല്ലൊരു ഇമ്പാക്റ്റ് സൗണ്ട് എന്ന് പറയുന്ന ഒരു ആളായിരുന്നു. നെഗറ്റീവ് എന്ന് പറയുകയാണെങ്കിൽ പെങ്ങൾ കുട്ടിക്കാടും പിന്നെ കുറേ ഞാനാണ് നിങ്ങളുടെ ഒരു എല്ലാം ശരി തന്നെയാണ്. ഷാനവാസിന് അതായത് ഒരു കാര്യം ഞാൻ പറയുന്നു, ഷാനവാസ് ഹോസ്പിറ്റലിൽ നിന്ന് പോയി വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയ ഒരാളാണ് ഈ പറയുന്ന ഷാനവാസ്. കുടുംബ പ്രേക്ഷകർ 2 കൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു നമ്മുടെ ഷാനവാസിനെ. അതായത് കഴിഞ്ഞ വീക്ക് വരെ നമ്മളെല്ലാവരും വിചാരിച്ചത് ഒന്നെങ്കിൽ അനുമോൾ വിജയിക്കും അല്ലെങ്കിൽ അനീഷ് വിജയിക്കും. മത്സരം അനുമോളും അനീഷും തമ്മിലെന്നാണ്. പക്ഷേ ഇപ്പോൾ അത് ചേഞ്ചായിട്ട് മത്സരം അനുമോളും അനീഷും ഷാനവാസും എന്ന രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. 3 പേർക്കും തുല്യ സാധ്യതയാണ് നിലവിൽ ഞാൻ കാണുന്നത്. ഓക്കെ, നമുക്ക് എന്താണ് അക്ബറിനെ കുറിച്ച് നമ്മുടെ ആര്യൻ്റെ അഭിപ്രായം? അക്ബർ നല്ലൊരു സംസാരിക്കുന്ന ഒരാളാണ്. സംസാരിച്ചാൽ പുള്ളിക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാം ആ സ്റ്റേറ്റ്മെൻറ്റിൽ. അതാണ് പുള്ളിയുടെ പോസിറ്റീവ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പറഞ്ഞ പോലെ ചില ആൾക്കാരെ ക്രൂസിഫൈ ചെയ്ത് സംസാരിക്കുന്നൊരു സാധനമുണ്ട്. ലൈക്ക് ഉണ്ടാണ്ടിടാ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര കുറച്ച് കൂടുതലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അതൊരു നെഗറ്റീവായിട്ട് കൂട്ടാം. ഇത് ശരി തന്നെയാണ്. അക്ബറിൻ്റെ ഗെയിം അതായത് മികച്ചൊരു ഗെയിമറാണ് നമ്മുടെ അക്ബർ. പക്ഷേ എങ്ങനെ കാര്യം അവതരിപ്പിക്കണമെന്ന് അക്ബറിന് അറിയില്ല. അക്ബർ അവിടെ എന്ത് പ്രശ്നം സംഭവിക്കുകയാണെങ്കിൽ അക്ബറിൻ്റെ അഭിപ്രായം അക്ബർ പറയുന്നുണ്ട്. പക്ഷെ അത് എങ്ങനെ പറയണമെന്ന് അക്ബറിന് അറിയില്ല. ഫുൾ ടൈം ആയിട്ട് പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ക്യാരക്ടർ അക്ബർ മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചുകൊണ്ട് അഭിപ്രായം പറയണം. ഇതങ്ങനെയല്ല. കഴിഞ്ഞ ദിവസം ഷാനവാസ് ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു ചെറിയൊരു കഷ്ണം പാത്രത്തിലുണ്ടായതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനാണ് ഈ അക്ബർ. അതുകൊണ്ടാണ് അക്ബറിന് ഇത്ര അധികം നെഗറ്റീവ് വരാനുള്ള കാരണം. പൊന്നുമക്കളെ, ഞാൻ ഏതായാലും വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എൻ്റേതായിട്ടുള്ള ടോപ്പ് 5 ഞാൻ പറയാം, നിങ്ങളുടേതായിട്ടുള്ള ടോപ്പ് 5 നിങ്ങൾ പറയണം. 1ാം സ്ഥാനം നിലവിൽ ഞാൻ കൊടുക്കുന്നത് അനീഷിനാണ്. അതായത് ഞാൻ ചുമ്മാ പറയുന്നതല്ല,
അത്യാവശ്യം പ്രൊമോയുടെ താഴെ വരുന്ന കമൻറ്റും സോഷ്യൽ മീഡിയ പൂളൊക്കെ അനുസരിച്ചിട്ടാണ് ഒന്നാം അനീഷായിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 2ാം സ്ഥാനത്ത് അനുമോള്, 3ാം സ്ഥാനത്ത് ഷാനവാസ്, 4ാമത് നൂറ, 5ാം സ്ഥാനത്ത് നെവിൻ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഞാൻ പറയുന്നത് എൻ്റെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികളുടെ പേരല്ല, സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്. അപ്പോൾ ഏതായാലും നിങ്ങളുടെ ടോപ്പ് 5 ആരെന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ക്യാഷിങ്ങിൻ്റെ കാര്യത്തിൽ മണി മറ്റേ നമ്മുടെ പൈസൻ്റെ ഈ പറയുന്ന ആതിര കൊണ്ടുപോയി എന്നാണ് വാർത്ത കിട്ടുന്നത് മക്കളെ. അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.